കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഉദ്ഘാടനം നടത്തി. കുടുംബശ്രീ വാർഷികത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പത്തനാപുരം വാഴപ്പാറ ഉടയൻചിറയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. അൻസാർ മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൻസാർ മെമ്പറിന്റെ പ്രവർത്തനങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം കൂടിയായ അദ്ദേഹത്തിന്റെയും ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ അദ്ദേഹം വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. നിങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ വീടുകളിലും സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കിട്ടും. എല്ലാവർക്കും വെള്ളം കിട്ടും. കാരണം നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് ഈ ഭാഗത്തെ വർക്കെടുത്ത കോൺട്രാക്ടർ ഒരു കുഴപ്പക്കാരനായി പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ ടാങ്കിന്റെ പണി പൂർത്തിയാക്കാത്തത്. വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും സംയുക്ത പരിശോധനയിൽ ലിസ്റ്റിൽ പേര് വരികയും ഇതുവരെ പട്ടയം കിട്ടാതിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ പട്ടയ രേഖകളും ഇന്നലെയോടുകൂടി എല്ലാ രേഖകളും പൂർത്തിയാക്കി വനം വകുപ്പിന് കൈകാറിയിട്ടുണ്ട്. വനം വകുപ്പ് DFO അത് തിരുവനന്തപുരത്തേക്ക് അയക്കി അവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ആയിരക്കണക്കിന് പട്ടയം കഴിഞ്ഞ പത്തനാപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല മുതൽ അങ്ങ് പുറവന്തൂർ പഞ്ചായത്ത് ചെമ്പനരി വരെയുള്ള ഭാഗങ്ങളിലുള്ള മുഴുവൻ വനഭൂമി പട്ടയങ്ങളും നൽകുവാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു. ഇത്രയും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമയും നന്നായി നടത്തിയ ഈ ഒരു ഒത്തൊരുമ, കുടുംബശ്രീ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഒത്തൊരുമയാണ് നമ്മുടെ എപ്പോഴുമുള്ള വിജയത്തിന് കാരണം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് സ്വയം സഹായ സംഘമായിട്ടാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത്, അല്ലേ? ഞാനും അന്ന് ആ സ്വയം സഹായ സംഘം ആരംഭിച്ച സമയം തൊട്ടുള്ള അതിൻ്റെ ഒരു മെമ്പറാണ്. ഇപ്പോഴും കുടുംബശ്രീ പ്രവർത്തിച്ചു വരുന്ന ഒരു അംഗമാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി അൻസാർ സ്വാഗതം പറഞ്ഞു. സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ നിർവഹിച്ചു. SSLCക്ക് ഉന്നത വിജയം നേടിയവർക്ക് കെ രാജഗോപാൽ മൊമെന്റോ നൽകി ആദരിച്ചു. TV അവതാരകൻ ഹരി പത്തനാപുരം മുഖ്യ അതിഥിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ ഒട്ടുമിക്കവരും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ അൻസാറിന് വേണ്ടി വളരെ ചുരുക്കം ആളുകൾക്ക് വേണ്ടിയാണ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ളത്, ഇലക്ഷന്. അങ്ങനെ ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് അൻസാർ. അൻസാറിന് വേണ്ടി ഞാൻ വീടുകളിലും കയറി ഇറങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് കയറി ഇറങ്ങിയത് നന്നായി എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വാർഡിലെ ജനങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുകയും അവരുടെ ഏതൊരു ആവശ്യത്തിനും മുൻനിരയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എല്ലാ ജനപ്രതിനിധികൾക്കും ഒന്നും അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യമല്ല. ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുലോചന, പഞ്ചായത്ത് അംഗങ്ങളായ ബൽക്കീസ് ബീഗം, പ്രിൻസി ജിജി, സലൂജ ദിലീപ്, തൗസിയ മുഹമ്മദ്, മണി സോമൻ, തുഷാര, CPM ലോക്കൽ കമ്മിറ്റി അംഗം സജാദ്, R രാജേഷ്, കേരള കോൺഗ്രസ് B നേതാവ് K അശോകൻ, സുരേന്ദ്രൻ, ജോസ് തമ്പുരു, തേമ്പാവിൻമൂട്ടിൽ നവാസ്, സബീന അഫ്സൽ, തുഷാര, ബിന്ദു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.